ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ, നമസ്കാരം. പട്ടായയിൽ വാക്കേ സ്ട്രീറ്റിലുള്ള ഒരു പ്രധാന ഭാഗത്താണ് നിൽക്കുന്നത്. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾ കാണുന്നില്ലേ, ഈ സമയം ആയിട്ടും ഇപ്പോൾ 9-9:30 മണി കഴിഞ്ഞു, 10 മണിയാകാൻ പോകുന്നു. എന്നിട്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളുമാണ്. ഇവിടെ മസാജുകൾ നടക്കുന്നുണ്ട്, പലതരത്തിലുള്ള മസാജ്. നൈറ്റ് ബസാർ ഉണ്ട്, ഹണി വൺ ഉണ്ട്, എല്ലാവിധ സംഗതികളും ഇവിടെ ഉണ്ട്. പിന്നെ വളരെ സ്വസ്ഥമായിട്ട് ആളുകൾ നടന്നു പോകുന്നു. ഈ ഭാഗമാണ് വാസ്തവത്തിൽ നമ്മൾ കാണേണ്ടത്. ഇത്രയും ടൂറിസ്റ്റുകൾ ഇവിടെ വരിക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയായിട്ടും 100%ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഓശാന ട്രാവൽസിൻ്റെ പ്രൊപ്പറേറ്ററായിട്ടുള്ള നമ്മുടെ പ്രഗത്ഭനായ ഒരു വീഡിയോഗ്രാഫർ കൂടെയാണ്. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ബായ്, നമസ്കാരം, നന്ദി. ഹലോ സുഹൃത്തുക്കളെ, പട്ടായയിലെ ഡാൻസ് പ്രോഗ്രാമാണ് ഈ കാണുന്നത്. ഓപ്പറ ഹൗസ് കണ്ടോ, ഗംഭീര പരിപാടി. 10 മണിയായിട്ടും അതിഗംഭീരമായ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണാൻ വേണ്ടി എത്രയോ ദൂരെ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നു. ഓക്കെ, ഹലോ, എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പട്ടായയിലെ വളരെ പ്രസിദ്ധമായ ഫ്രൂട്ട് കടയാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, ഏതെല്ലാം വെറൈറ്റി ഫ്രൂട്ട്സ് ആണ് ഉള്ളത് എന്ന് നോക്കുക. ഇതിൻ്റെ മുതലാളി, യുവർ ഗുഡ് നെയിം പ്ലീസ്. നെയിം ഓൺ. ബ്യൂട്ടിഫുൾ നെയിം. അപ്പോൾ എല്ലാത്തരം ഫ്രൂട്ട്സും ഉണ്ട്. ഇത്രയും ഫ്രൂട്ട്സ് ഉണ്ട് എന്ന് മാത്രമല്ല, ഇത്രയും വെറൈറ്റി സാധനമുണ്ട്. അതും ഈ 10 മണി കഴിഞ്ഞിട്ടും ഇത് രാത്രി മുഴുവൻ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. നോക്കണം, ഇതുപോലെ കാണാൻ എവിടെയെങ്കിലും പറ്റുമോ? ഇങ്ങനെയാണ് ടൂറിസം ഓരോ സ്ഥലത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പട്ടായയിൽ നിന്നാണ് ഈ ഇത് പറയുന്നത്. തായ്ലാൻഡിലെ പട്ടായയിൽ നിന്ന് സംസാരിക്കുകയാണ്. ഈ വീഡിയോ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പട്ടായയിലെ ഒരു വിശിഷ്ട വിഭവത്തിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 2-3 ഐറ്റം മാത്രമേ ഉള്ളൂ. അത് അതിഗംഭീര സാധനമാണെന്ന് പറയുന്നു. ഇവരുടെ തനത് തായ് ഫുഡാണ്. അതിൽ മൈദ ഉണ്ട്, പിന്നെ റോബസ്റ്റ പഴമുണ്ട്, മുട്ടയുണ്ട്. അതെല്ലാം കൂടി മിക്സ് ചെയ്യുന്നു. എന്നിട്ട് എണ്ണയിലിട്ട് ഓംപ്ലേറ്റ് ചെയ്യുന്നത് പോലെ എടുക്കുകയും തിരിച്ച് മറിച്ചിടുകയും ബട്ടർ ചേർക്കുകയും പിന്നെ ചില സോസുകൾ, അത് രഹസ്യമാണ്, എന്തൊക്കെയാണെന്ന് വെളിയിൽ പറയത്തില്ല. അതാണ് അതിൻ്റെ രഹസ്യം. അപ്പോൾ ഇത് കഴിക്കാനാണ് ഒരെണ്ണം പ്രിപ്പയർ ചെയ്ത് വച്ച് കഴിഞ്ഞു. അതിന് നമ്മുടെ ആൽബിനും മീനയും കൂടെ കഴിക്കാനുള്ള പരിപാടിയാണ്. മീനയല്ല, പേരെപ്പോഴും എനിക്ക് മാറും. എനിക്കത് എപ്പോഴും ഉള്ള കുഴപ്പമാണ്. അതുകൊണ്ട് ആ സാധനത്തിൻ്റെ പേര് ആൽബിൻ ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പേരെന്ത് തന്നെ ആയാലും അത് നല്ല അത്യുഗ്രൻ ഒരു സാധനമാണ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിനോ ഈ നാട്ടുകാർക്കോ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇനി അത് കഴിച്ചു നോക്കുമ്പോൾ അറിയാം ബാക്കി കാര്യങ്ങൾ. എന്തായാലും മോശമല്ല, മുട്ടയല്ലേ. ബട്ടർ ചേർത്തു. ഇനി അതിലെ സോസാണ്. സോസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റാണ്. ആ സോസിലാണ് അതിൻ്റെ എല്ലാം വരാൻ പോകുന്നത്. ഒരാൾക്കുള്ള റെഡിയായി. ആൽബിൻ്റെ നോട്ടം നോക്കണം. വളരെ കൊതിയൂറിയ നോട്ടമാണ് അദ്ദേഹത്തിന്. കാരണം എങ്ങനെയും പട്ടായയിൽ വന്ന് ഈ വിശിഷ്ട വിഭവം കഴിച്ചേ പോവുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് ഇറങ്ങിത്തിരിച്ച മാന്യദേഹമാണ് അദ്ദേഹം. അതോടൊപ്പം മീനു കഴിക്കാതെ എവിടെ പോവാനാ? അപ്പോൾ
അത് പ്രിപ്പയർ ചെയ്യുന്നു. ദാ സോസ് ടൊമാറ്റോ സോസാണെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത സോസ് അത് എന്താണ് എന്ന് ചോദിച്ചാൽ സോയാ സോസ് ആയിരിക്കും എന്ന് തോന്നുന്നു. അത് പറഞ്ഞു തരൂല, കാരണം ഇത് അതിൻ്റെ ഒരു രഹസ്യമാണ്. ഹണി ആണെന്ന് തോന്നുന്നു. എന്തിനീ തോന്നൽ പറയുന്നത് എന്ന് സുഹൃത്തുക്കൾ ചിലപ്പോൾ ചിന്തിക്കും. അതേ ഉള്ളൂ, അല്ലാതെ രഹസ്യം. അത് മയണൈസ് അതോ കർഡോ എന്തോ ഒരു സാധനമാണ്. അപ്പോൾ കഴിഞ്ഞു. എടുത്തോളൂ, കഴിച്ചോളൂ. ഓക്കെ സുഹൃത്തുക്കളെ, ഇനി ഞങ്ങൾ കഴിക്കട്ടെ.